ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം റാഗിയുടെ പൊടിക്കകത്തേക്ക് സവോള, മല്ലിയില, ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം പച്ചമുളക്, പിന്നെ ചീരയുടെ പേസ്റ്റ്, ചീര അരച്ച് വെച്ചേക്കുന്നത് ഫ്രോസൺ മെൽറ്റാക്കിയതാട്ടോ. അത് കൂട്ടിയിട്ട് അതും ഉപ്പും കൂട്ടി നന്നായിട്ട് കുഴച്ച് അട പോലെ ചുട്ടെടുക്കും. എന്നിട്ട് തക്കാളി ചട്നിയുടെ കൂട്ടി കഴിക്കും. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലോട്ട് കുറച്ച് ഒലീവ് എണ്ണ ഒഴിച്ചു കേട്ടോ. ഉപ്പ് ഒലീവ് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിനി നന്നായിട്ട് അതിങ്ങനെ കുഴച്ചെടുക്കുവാണേ. വെള്ളം ചേർത്തില്ല ഇപ്പം, കാരണം നമ്മുടെ ചീരയാണെങ്കിൽ മെൽറ്റായപ്പോൾ അത് കുറച്ച് നനവുണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ആവശ്യത്തിന് തളിച്ച് കൊടുത്താൽ മതി. ലാസ്റ്റ് ഒരു ബോൾ പോലെ ആക്കി എടുക്കണം, നമ്മൾ പരത്തി എടുക്കാനായിട്ട് അട ചുടുന്ന പോലെ. ഇതുണ്ടോ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മൾ എടുക്കുന്നത്. തക്കാളി ചട്നി നമ്മൾ തക്കാളി ചട്നിക്കകത്ത് അധികം ഒന്നും ചേർത്തില്ല കേട്ടോ. ഒലീവ് എണ്ണയ്ക്കകത്ത് വെളുത്തുള്ളിയും തക്കാളിയും പാപ്രിക്ക പൗഡറും കുറച്ച് കായപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് വേവിച്ച് മൂപ്പിച്ചെടുക്കുവാണേ. ഒരു കുഞ്ഞു പീസ് മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് നമ്മളിങ്ങനെ റാഗിയുടെ ദോശ ചുട്ടെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ഒലീവ് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ, ചെറിയ കുട്ടി ദോശകളായിട്ട്. എന്നിട്ട് അത് ടൊമാറ്റോ ചട്നിയിൽ മുക്കി കഴിക്കാം. നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്. നിങ്ങളിത് ബൈറ്റ് എടുത്തിട്ട് എന്തിൻ്റെ ടേസ്റ്റാണെന്ന് പറയണം. അതിൽ മുക്കിയിട്ട് കഴിക്കേ. എന്ത് ടേസ്റ്റാ? പരിചയമുള്ള ടേസ്റ്റാണോ? പരിചയമുണ്ടോ ടേസ്റ്റാ? ജോൺകുട്ടി ഇത് മുക്കിയിട്ട് തിന്ന് കാണിച്ചേ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് പറ്റുമ്പം മറ്റേ മീറ്റ് ബോളുടെ ടേസ്റ്റാ. ഇച്ചിരി എണ്ണ സ്പ്രേ ചെയ്യണം വെച്ച. അല്ല മുളക് കിട്ടിയില്ല. വാ കഴിക്ക്. വാ മാളു, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നെ കണ്ടുപിടിച്ചേ. മില്ലറ്റാണ്, മില്ലറ്റ്. ഒരു എണ്ണം എടുത്ത് ബൈറ്റ് എടുത്ത് എന്തിനേലും ടേസ്റ്റ് ഉണ്ടോ നോക്കിയോ മാളു. ഒരു ബൈറ്റ് എടുത്ത് നോക്കിയേ. അത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ടൊമാറ്റോ ചട്നിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് പറ എന്തേലും ഇതുണ്ടോന്ന്. തന്നെ കപ്പും ചൂലും ഒക്കെ ഇട്ട് ഇത് നല്ല, പക്ഷെ തിന്നടി ഒരു ബൈറ്റ് ഞാൻ കഴിച്ചു. അട പോലെ ആക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് ലൂസാക്കി നീർദോശ പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാവേ. അല്ല, ഇതിന് കട്ടി കുറവാ. ഒരു പീസ് കട്ട് ചെയ്ത് നോക്കി. ഓ ഇതൊന്ന് നോക്കിയേ ചക്കി. അതിനെക്കാട്ടിലും ബെറ്റർ ആണിതാ. ആണോ? മറ്റേനേക്കാളും ബെറ്റർ ഇതായിരുന്നു. സോ എനിക്കും പേഴ്സണലി ആ ദോശ പോലെ ആക്കിയില്ലേ, അതാട്ടോ ഇഷ്ടപ്പെട്ടത്. മറ്റേത് ഇച്ചിരി കട്ടി കൂടുതലാണ്. അവിടെ സോണിക്കിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല വെയിൽ. 2-3 ദിവസം നമ്മളിരുന്ന് പരാതി പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. ഇന്നും മഴയൊന്നുമില്ല, രാവിലെ തന്നെ നല്ല വെയിൽ. യശക്കുട്ടി തൊപ്പി എന്നാ ചെയ്തേ? എന്നാ തൊപ്പി തല വെച്ചോ. ഓ കുഞ്ഞു വാട്ടർ ഗണ്ണൊക്കെ എടുത്ത് കളിക്കാൻ പോവാടോ. ഓ
കാക്ക വീട്ടിൽ പോയി. എന്നാ 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 ഇതാകെ ചിലവാകുന്ന അസക്കുട്ടിയുടെ എടുത്താ. അവൻ ഓരോന്നോരോന്ന് ഇങ്ങനെ പയ്യെ കടിച്ച് തിന്നുന്നുണ്ട്. അങ്ങോട്ട് പോകണ്ട. അത് വേണമെങ്കിൽ സോസാക്കി ഡിപ്പിൽ മുക്കിയൊക്കെ കഴിക്കാൻ നോക്കും. ഇങ്ങോട്ട് വാ ഐസക്കുട്ടി ഇങ്ങോട്ട് വരാവോ? റോട്ടിലോട്ട് പോവാടോ? വെള്ളം കൂടിപ്പോയിട്ടോ, മേഖലയൊക്കെ പഴുത്തു. വെയിലൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് പുറത്തിറങ്ങിയതാ. ഐസക്കുട്ടിക്ക് ഇവിടെ ഒന്നും നിൽക്കണ്ട, അവനിങ്ങനെ ചുറ്റും പറന്ന് ഓടിപ്പാഞ്ഞു കിടക്കണം. ഓ വാ, എണീറ്റ് വാ. എന്തോന്നാടേ? ഓ ഈ ചീച്ചി യക്കിയായി. പക്ലേറ്റ് ഇനി അങ്ങോട്ട് കയറുവാടാ? ഇനി അങ്ങോട്ട് പോവാടാ? ആ പമ്പ് ചെയ്യാൻ പോവാടാ? ഓ സൈക്കിളിന് പമ്പടിക്കുക, കാറ്റടിക്കുക. നമുക്ക് അകത്ത് കയറി പോവാ ഐസക്കുട്ടാ. നമുക്ക് കടയിൽ പോവാം, ഷോപ്പിങ്ങിന് പോവാം, സാധനം വാങ്ങാൻ പോവാം. ഗ്രോസറീസൊക്കെ തീർന്നു. കടയിൽ പോയാലോ? കുഞ്ഞ് വരുന്നോ? മുല്ലയുടെ ഒരെണ്ണം പുറത്തുമുണ്ട് വെച്ചേ, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. മാറ്റി നട്ടാലോ എന്ന് ഓർക്കണേ. പക്ഷേ വിൻ്ററിൽ അത് എന്തായാലും നശിച്ചു പോവും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് കിളുത്ത് വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കൈ കിട്ടണ എല്ലാം എടുത്തുകൊണ്ട് നേരെ പുറത്തേക്കായി പോകുന്നു, റോഡിൻ്റെ സൈഡിലൂടെ. എട്ടുകാലീനെയൊക്കെ പിടിക്കാൻ പോവാണോ? അത് കടി വെച്ച് തരും കുട്ടി. എട്ടുകാലീനെ പിടിക്കാൻ തൊടല്ല, കടി വെച്ച് തരും അത്. ഇത് നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ. അത് പൊക്കോട്ടെ. തക്കായ്സീൻ തിരിഞ്ഞ് അബൌട്ട് ഹെഡ് ടേൺ ചെയ്യുക, ടേൺ അറൗണ്ട്. ബാക്കിലോട്ട് പോ, അങ്ങോട്ട്. നടയാനേ ഇടത്തോട് വലത്തോട്. പോട്ടെ. അതിന് മേളിക്ക്. പിന്നെ അതിൻ്റെ മേളിലൊന്നും കയറാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതും പിടിച്ചതിന് മണ്ടേ കയറു കുഞ്ഞിന്. ശോ, എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്താലോ കൊച്ചിന്. നമുക്ക് റെഡി ആയിട്ട് ഷോപ്പിൽ പോവാം. വാ പോരെ, നമുക്ക് ഷോപ്പിൽ പോവാം. വാ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെ പരിചയമുണ്ടതാ? അങ്ങനെ പരിചയമില്ല, പക്ഷെ മല്ലിയിൽ എന്തൊക്കെയോ കഴിച്ചത് നല്ല ടേസ്റ്റ്. അത് ആ ചൂടോടെ നമ്മൾ കഴിച്ചപ്പോഴായിരുന്നു. അതിന് ഇച്ചിരി അരി ഇരുന്ന് കഴിയുമ്പോഴേക്കും അട പോലെ ആക്കിയേക്കണം, ഇച്ചിരി സോഫ്റ്റാണ്. നമുക്ക് മുല്ല റീപ്പോർട്ട് ചെയ്യാം. മുല്ല റീപ്പോർട്ട് ചെയ്യാം. അതായത് ഇതിലോട്ടേക്ക് മാറ്റാം. ആ മണ്ണെടുത്തുകൊണ്ട് വരാം, സൈഡിലിരിക്കുന്നത്. ഇങ്ങോട്ട് വാ, ഇവിടെയാ പുറത്താ. ഇതൊക്കെ പടരുന്നുണ്ട്, പക്ഷേ അതിനൊരു ആരോഗ്യമില്ല. നമുക്ക് പുതിയ മണ്ണിട്ട് നോക്കാം എങ്ങനെ ആവുമെന്ന്. അയ്യോ, തുമ്പി പറന്നുപോയി. എടുത്തോണ്ടോ? തുമ്പി. രണ്ട് കൈ കൊണ്ട് എടുക്കുക, വലിക്കുമല്ല, രണ്ട് കൈ കൊണ്ട് പൊക്കിയെടുക്കുക. യെസ്, രണ്ട് സൈഡിലും വെച്ച് അങ്ങനെ. പോരട്ടെ. യെസ്, കുട്ടി നല്ല ഉറക്കം. സ്മോക്ഡ് പാപ്രിക്കയും ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ തൈസ് ഒന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ പിള്ളേർക്ക് ചിക്കൻ വെന്ത് കേട്ടോ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ പയ്യെ ഇറക്കി മാറ്റി വെച്ചിട്ട് ഈ സോസിനകത്ത് നമ്മൾ കുറച്ച് വെജീസ് സോട്ട് ചെയ്തെടുക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് വെജീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ഗാർലിക്ക് നമ്മൾ ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുവാണ്. ഇതാണ് നമ്മൾ സോസായിട്ട് യൂസ് ചെയ്യുന്നത്.
നല്ലതായിട്ട് അത് ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. മാളുവേ, എല്ലാവരും കഴിക്കാനായിട്ട് റെഡി ആയിക്കോ. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സോസ് കുറച്ച് ഡ്രൈഡ് പാർസലായിട്ട് അതിൻ്റെ മുകളിലിട്ടേക്കുന്നത്. അതിലേക്ക് നമ്മൾ നല്ല ചീസി ക്രീം ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചീസ് സ്പ്രിങ്കിൾ ചെയ്യുക കേട്ടോ. താങ്ക് യു. നമ്മുടെ ചീസെല്ലാം നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ സ്കിന്നോട് കൂടി ഉപ്പിട്ട് ബോയിൽ ചെയ്ത പൊട്ടറ്റോസ് ആട്ടോ. അപ്പം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചിക്കനും ഈ സോസും ഒഴിക്കുന്നത്. എന്നിട്ട് പിള്ളേർ ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. രാവിലത്തെ പോലെ ഫ്ലോപ്പായ ഉച്ചക്കലത്തേക്ക് നമുക്ക് നോക്കണം. എന്താ പറഞ്ഞ മോള്? കൊതിയാവുന്നുണ്ടോ? ഇത് കണ്ടിട്ടുണ്ട് ആണോ? ജോണിക്കുട്ടിക്ക് എന്നെ തോന്നുന്നു രാവിലത്തെ പോലെ ഫ്ലോപ്പ് ആവോ? ഇത് ചിക്കനാണോ ഇത്? അതിൻ്റെ സ്കിന്നും തിന്നണം കേട്ടോ. സ്കിന്നും നല്ലതാ. സ്കിന്ന് പൊട്ടറ്റോടെ ഫോണല്ല, വാഴപ്പഴ പറ്റില്ല. അതിനുണ്ടെന്നാ പറഞ്ഞേ? നല്ല മാളൊന്നും ചെക്കിട്ടുണ്ട്. അമ്മയ്ക്ക് രാവിലത്തെ പോലെ ഫ്ലോപ്പായോ ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത്. ചൂടുണ്ടാവുക, നല്ല ചൂടുണ്ടാവുക ഉച്ചക്ക്. ചൂട് 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 നല്ല ചൂടല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചെക്കി? നല്ല ഭയങ്കര നല്ല. ഒത്തിരി ഇഷ്ടമായോ? ചിക്കൻ നല്ല ഫ്ലേവറുമാണ്. ആണോ? യെസ്, വെരി നൈസ്. വെരി നല്ലതാണ്. വെരി നല്ലതാണ് അല്ലേ? ഭയങ്കര അപ്പോൾ രാവിലത്തെ ഫ്ലോപ്പായാലും കുഴപ്പമില്ലല്ലോ. രാവിലത്തെ ഫ്ലോപ്പായാലും കുഴപ്പമില്ലല്ലോ. ആക്ച്വലി രാവിലത്തെ അത്ര ഫ്ലോപ്പൊന്നും അല്ലായിരുന്നു. എനിക്ക് ഇച്ചാൻ ഇഷ്ടപ്പെട്ടു, എസക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ലൂസാക്കി മറ്റേ നീർദോശ സെറ്റപ്പിൽ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയർ ആയേനെ. കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇത് ദോശ പോലെ ഇച്ചിരി കട്ടി കൂടിപ്പോയി. എനിക്കിനി ഇപ്പം നമ്മൾ ഉച്ചയ്ക്കിന് വേറെ ഫുഡ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മധുരക്കിഴങ്ങിൻ്റെ ഒരു കുഞ്ഞ് പീസ്, ഒരു ഹാഫ് പൊട്ടറ്റോ, പിന്നെ ഒരു ചിക്കൻ, എന്നിട്ട് അതിൻ്റെ സോസ്, അത്രയാണ് എൻ്റെ ലഞ്ച്. ഞാനിട്ടേക്കും കേട്ടോ. ഫാനിൻ്റെ സൗണ്ട് ആയിട്ട് എസ്കൂട്ടി കുറേ കൂടെ ഉറങ്ങും. അപ്പം വൈറ്റ് നോയ്സ് എന്ന് പറയുന്ന പോലെ, അതുകൊണ്ട് അത് ഓഫ് ചെയ്യുന്നില്ല. പിള്ളേർ എന്നാണോ പറയാനുള്ളത്? എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതും പറയാനുണ്ടോ? ഒത്തിരി നല്ലതാണ്. നല്ല ക്ലീനായിട്ട് കഴിച്ചല്ലേ? എസ്കുട്ടിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കഴിഞ്ഞ് നമുക്ക് കൊടുത്തു നോക്കാം. കുട്ടി സോഫ്റ്റായിട്ട് കുക്ക് ചെയ്ത വെജീസ് കഴിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത് കഴിച്ചത് അത് കഴിക്കുക. അവന് ഫ്രഷായിട്ട് സാലഡ് പോലെയുള്ള ഇത് ക്യാരറ്റ് ഒന്നെങ്കിൽ ഞാൻ ഇത് തിന്നും മാത്രം, അതോ ഞാൻ ഇത് മാത്രം തിന്നും. ഇപ്പൊ മറ്റത് മാത്രം ആദ്യം തിന്നെ. എനിക്കറിയാം അമ്മയുടെ അത് പറയുവാണെങ്കിൽ. ഇപ്പുറത്തെ തിന്നെ, ക്യാരറ്റ് തിന്നല്ല. അന്നെങ്കിൽ ഇത് വേസ്റ്റിലോട്ട് പോകും. അത് വേസ്റ്റിലൊന്നും പോകില്ല, അവിടെ ഇരുന്നോട്ടെ. നീ ഇത് കഴിച്ച് ഞാൻ നോക്കട്ടെ. ചീസിന്റെ സോസിൽ കിടന്ന വെന്ത ക്യാരറ്റ്, അത് അത്രയും നല്ല സാധനം. അത് ക്യാരറ്റ്, അത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. എടുത്ത് കഴിക്കുക, ഫുൾ വയലിട്ട് കഴിക്കുക. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനാണ് ഇമാതിരി ഡ്രാമ കളിക്കുന്നത്. അതിപ്പോ ഓൾറെഡി നീ 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നീ അത് തിന്നാനാ ഞാൻ പറഞ്ഞത്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ആ സോസിന് മുക്കി തിന്ന. വാവ്, നൈസ്. കണ്ട ആ ബ്രക്കോളി ഇതിലൊന്ന് മുക്കി കഴിക്കണേ, എന്നാ ടേസ്റ്റ് ആയിരിക്കും നോക്കിയേ. നോക്ക്, നല്ല നല്ല സംഭവം അത്. ജോണിക്കുട്ടി അതെടുത്ത് കഴിക്കാം, ബ്രക്കോളി എടുത്ത് കഴിക്കാം.
ഒരെണ്ണം എന്നിട്ട് ഞാൻ നിർത്തും because മമ്മ പറഞ്ഞ ഇത് മാത്രം നിൽക്കാനാ. അങ്ങനെയല്ല മമ്മ പറഞ്ഞ. മമ്മ അത് ഫുള്ള് കഴിക്കണം എന്നാ പറഞ്ഞേ. ആദ്യം മറ്റത് കഴിക്കുക, ഇത് കഴിച്ച് നോക്കട്ടെ എങ്ങനെയാന്ന്. ഒരെണ്ണം മാത്രം. അത് കഴിച്ച് സോസിൽ മുങ്ങി കിടക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ കഴിച്ചു നോക്കിയേ, നല്ല ടേസ്റ്റ് ആയിന്. കണ്ടോ, സൂപ്പർ അല്ലേ? ആ ചീസി സോസിനകത്ത് കിടന്നതാ, നല്ല ടേസ്റ്റ് ആയിന്. മറ്റത് കൂടി എടുത്ത് കഴിക്കുക. ഓ മൈ ഗോഡ്, അടിപൊളി. യെസ്, കണ്ടോ, അത്ര നല്ലതാ അത്. കണ്ടോ, ഒരു 2 കുഞ്ഞിതും കൂടെ ഉള്ളൂ. ഗുഡ് ബോയ്, മിടുക്കൻ. അക്കിമോള് മിടുക്കി, മാളക്കുട്ടി മിടുക്കി, ജോണിക്കുട്ടൻ മിടുക്കി. അല്ല സോറി, മിടുക്കൻ. തെറ്റിപ്പോയി, സോറി. സൗണ്ട് ഉണ്ടാക്കല്ലേ, ബേബി ഉറങ്ങട്ടെ. എന്നാല് എത്ര ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളായിട്ട് ഈ മുല്ല പൂത്തില്ല. മുല്ല ഇങ്ങനെ പടർന്ന് വളരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ മുല്ല വളം കൂടി ഇട്ടാലോ. ഇത് കഴിഞ്ഞ് എസ്കുട്ടി എഴുന്നേറ്റു, നേരെ പുറത്തോട്ട്. ഡോറ് തുറന്ന് കണ്ട അപ്പം പുറത്തോട്ട്. എസ്കുട്ടാ, അവനും ആ ഫുഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഒത്തിരി കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അവന് ടോയ്ലറ്റിൽ പോകാൻ കൊണ്ടിരുത്താൻ പോയി. ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൊടുത്തു നോക്കാം. ഓ, സ്പ്രേ ചെയ്യണോ? വാട്ടർ കൊടുക്കുവാണോ ചെടിക്ക്? ആണോ? അത്താഴത്തിന് എന്ത് വേണമെന്ന് ചോദിച്ച് അവസാനം ഉപ്പുമാവും ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് ആദ്യം പയറും കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു, ചമ്മന്തിയൊക്കെ കൂട്ടി. പക്ഷെ പിള്ളേർക്ക് വേണ്ട. Hey Google, stop. Distraction. ഇവിടെ എന്താ സംഭവം? എന്താ കൊറേ നേരം കണ്ട് തുടങ്ങിയിട്ട് വട്ടം കറങ്ങുന്ന 4 പേരും കൂടെ വാല കറങ്ങുന്നേ. എന്നെ ഇവിടെ സംഭവം എന്നാ? നിങ്ങൾ എന്നാ ചെയ്തേ? ജിം കോച്ച് മാളോടോ? ഓ, ഉപ്പുമാവ് റെഡി ആവുമ്പോഴേക്കും പിള്ളേര് ഈ കുഞ്ഞു മനുഷ്യൻ എന്നെ ഇവിടെ ചെയ്യുന്നേ. അയ്യോടാ, അവന്റെ വാല്. എന്താ ചെയ്യണ്ടേ? ഇനി നിങ്ങളുടെ റൂട്ട് ഇവിടെ നല്ല സീറ്റിന്റെ ഇവിടെ പിന്നെ സ്പീഡ് സെയിം ആവണം. സ്പീഡ് സെയിം ആവണം. ഇതുണ്ടോ, ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾ വന്നു, ഇനി ഇവിടുന്ന് വരെ പോകണം. കുറച്ചുകൂടി ഇത് വട്ടിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ തന്നെ തുടങ്ങും. ചക്കി 5 നമ്മുടെ ചിക്കൻ കറി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണു. ഉപ്പുമാവിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചതായിരുന്നു. വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങയും ചേർത്തിട്ടുണ്ട്, ക്യാരറ്റും ബീൻസും ആട്ടോ വെജിറ്റബിൾ ചേർത്തേക്കുന്നത്. ചെറിയ തീയിലൊരു 7 മിനിറ്റോളം വേവിച്ചായിരുന്നു. ഇനിയിപ്പോൾ തിളക്കുമ്പോൾ വിളമ്പാൻ നേരം നമുക്കൊന്നുകൂടെ ഇളക്കിയെടുക്കാം. പിള്ളേര് അകത്തെ കളിയെല്ലാം കഴിഞ്ഞിട്ട് അവർ തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പാഞ്ഞ് കളിക്കും കേട്ടോ. ഇനിയിപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവർ നല്ലതായിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. പിള്ളേര് തേണ്ട കയറി കിടുകിടൂന്ന് വല്ല എങ്ങോട്ട് ചൊടി ഓടിയോ കുഞ്ഞെ? അവന് കേറണ്ട, അവനകത്ത് കേറണ്ട, അവൻ ഭയങ്കര ബഹളാ. എനിക്ക് പാൻറ് ഇട്ടിട്ട് പോവാം, പാൻറ് ഇട്ടിട്ട് പോവാന്നേ. ഒരു ഷീറ്റ് പേപ്പർ വേസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ നഷ്ടം ഉണ്ടാകുന്ന എക്സ്പെൻസീവ്. ജോൺകുട്ടി പറയണത് എക്സ്പെൻസീവ് അല്ലാന്ന്. ഒരു പേപ്പർ കളയുമ്പോൾ അത്രയും വെള്ളം പോകുന്നുണ്ട്, അത് ഉണ്ടാക്കാനെടുത്ത കറണ്ട് പോകുന്നുണ്ട്. അത് കണ്ടോ, ഒരു ഇച്ചിരി ചുളുങ്ങിയെന്നും പറഞ്ഞാൽ കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം വേറെ ആൾക്കാർ കഴിച്ചു കഴിയുമ്പോൾ അത് നല്ല ഭക്ഷണം നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് അത് നല്ലതാണെന്നൊരു വാക്ക് പറയുമ്പോൾ, നല്ലതാണെങ്കിൽ നല്ലതാണെന്നൊരു വാക്ക് പറയുമ്പോൾ ഉണ്ടാക്കിയവർക്ക് അതൊരു ഭയങ്കര സന്തോഷമാണല്ലോ. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല.
ചിലവർക്ക് അത് ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുമ്പം അത് നമുക്ക് എളുപ്പമായിട്ട് തോന്നും, നമ്മുടെ ആവശ്യം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. എല്ലാവർക്കും ഒരു അഭിപ്രായം ആയിരിക്കണമെന്നില്ല. പക്ഷെ എന്നാലും നല്ല രീതിക്ക് എഫേർട്ട് ഇട്ടാലാണ് നല്ല രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കഴിച്ചിട്ട് നല്ലതാണെന്ന് നമ്മൾ പറയുന്ന ഒരു മാനേഴ്സ്, അത് കുഞ്ഞിലേ തൊട്ട് നമുക്ക് ഉണ്ടായി വരുന്നത് നല്ലതല്ലേ? കാരണം നമുക്ക് തന്നെ പേഴ്സണലി അറിയാം, നമ്മുടെയൊക്കെ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും ഒരു വാക്ക് നല്ലതാന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നാലും അതുകൊണ്ട് നമ്മൾ പറയും, പിള്ളേരോട് ചോദിക്കും, പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്ന് പറയാം. പക്ഷെ എന്നാലും ഉണ്ടാക്കുന്നതിന്റെ ഒരു എഫേർട്ട് അത് അവർ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞിലേ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ, നമ്മുടെ ഒരു തോട്ട്. നമ്മള് ചിക്കന് വറുത്തരച്ച കറിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരു പീസ് ചിക്കനും കുറച്ച് ഗ്രേവി. പിള്ളേർക്ക് ഒത്തിരി എരിവ് അവർക്ക് പറ്റത്തില്ല. ഈവൻ നമുക്കും ഒരുപാട് എരിവ് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ചെറിയൊരു എരിവ് ഇതിനുണ്ട്. ഞാൻ ഡിന്നർ കഴിക്കുന്നത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ മറ്റേ റാഗിയുടെ അടയുണ്ടല്ലോ, അതിൻ്റെ ഒരു 3 പീസ് ബാക്കി ഉണ്ടായിരുന്നു. അതും മമ്മിക്ക് ഇഷ്ടമായി. അതും അതിൻ്റെ കൂട്ടി ഒരു പീസ് ചിക്കനും കുറച്ച് ഗ്രേവിയും സാലഡും അങ്ങനെ കൂട്ടിയാണ് എൻ്റെ ഡിന്നർ. പിള്ളേര് പഴവും ചിക്കൻ കറിയും കൂട്ടി എന്ത് കഴിക്കും? ഉപ്പുമാവ്. കുട്ടിന് കുറച്ച് നമ്മൾ ഉപ്പുമാവ് പഴം കൂട്ടി കുഴച്ച് ഓൾറെഡി കൊടുത്തായിരുന്നു. എന്തോ ഇനി ഉടുപ്പ് അവന് കിടക്കുന്നതിന് ഇപ്പം ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് മാറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇനിയും അവൻ അഴുക്കാക്കും. ഒരു പൊടിക്കരി ഉണ്ടാവും കറിക്ക്, പക്ഷെ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുള്ള ടൈപ്പ് കറിയാ. നിങ്ങളുടെ അഭിപ്രായം തന്നെ, മമ്മ നല്ലതാണോന്ന്, ഫുഡ് നല്ലതാണോന്ന് ചോദിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? അല്ലേ? ഓക്കെ. നല്ല ഫുഡ് കഴിച്ചിട്ട് നല്ല ഫുഡാന്ന് നമ്മൾ പറയുന്നത് നല്ലതല്ലേ? ഇപ്പൊ മാള് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് കഴിച്ചിട്ട് നല്ലതെന്ന് പറയുമ്പോൾ മാളുവിന്റെ ഫീൽ എന്നാ? നോ എസ് കുട്ടി നോ. ഞാൻ കൊടുക്കല്ലേ, ഫുഡ് കൊടുക്കണ്ടവല്ലോ. എന്റെ ഫേവറേറ്റ് ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടുള്ള മറ്റേ ചീസ് കേക്കാ. ആണോ? പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ടാ? എനിക്കെല്ലാം ഇഷ്ടമായിരുന്നു. കാരണം ഒന്നും ഫ്ലോപ്പ് ആയ പോലെ തോന്നുന്നില്ല. വേണ്ട, ഫുഡ് എറിഞ്ഞിട്ട് ഇനി തരില്ല അമ്മ. ഇല്ല, എറിഞ്ഞു കളയാൻ തരില്ല. ഒരു ക്യാരറ്റ് എടുത്തോ. പണ്ടേ തൊട്ട് ബേക്ക് ചെയ്യാൻ തുടങ്ങിയതല്ലേ, പക്ഷെ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഗ്രേവി കൂട്ടി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഒത്തിരി എരിവുണ്ടോ ചക്കി? ഇച്ചിരി സ്പൈസിയാ. ആണോ? പക്ഷെ നല്ല ഫസ്റ്റ് ടൈം നീ ബേക്ക് ചെയ്ത് മറ്റേ ചീസ് ഇട്ടിട്ട് മറ്റേ അതൊക്കെ എന്നതായിരുന്നു? ചീസ് ഇട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റ് കണ്ട ചീസ് ഇട്ടിട്ട് അതിന് മറ്റേ പ്ലാസ്റ്റിക്കിൽ 100 ടൈപ്പ് ചീസില്ലേ, അത് എന്നിട്ട് 4 പീസ് കട്ട് ചെയ്യുന്ന ഓവനിൽ ഇടുമ്പോ ചിപ്സ് പോലെ ആകുമായിരുന്നു. അങ്ങനെ വീഡിയോ കാണിച്ചു. ഓ മൈ ഗോഡ്, എത്ര പ്രാവശ്യം ട്രൈ ചെയ്തെന്ന് അറിയോ? അത് ഫേക്ക് ആയിരുന്നല്ലേ? നമ്മൾ പഠിച്ച എന്താ ചീസ്, പക്ഷെ എന്നിട്ട് അത് ചീസ് ആവുമ്പോഴേ ഇവരെ തീറ്റിപ്പിക്കുക, ഒരിക്കലും കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ജോൺകുട്ടി കഴിച്ചിട്ട്? ഇഷ്ടപ്പെട്ടോ? ഇച്ചിരി സ്പൈസിനെസ് ഉണ്ടെങ്കിലും നല്ലതാണോ? ഓക്കെ. പിന്നെ നമുക്ക് പേഴ്സണലി തോന്നിയേക്കണം, നമ്മൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് നല്ലതാന്ന് പറയുമോ, അല്ലെങ്കിൽ അങ്ങനെ ആ ഫുഡിനെ ഒരു ഇച്ചിരി നന്നായിട്ട് പറയുമ്പോഴേക്കും കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? ഏതാ മോനെ? ഇതാണോ? അത് തരാൻ പറ്റില്ല, കൊച്ചെടുത്ത് എറിഞ്ഞു കളഞ്ഞായിരുന്നു. ഏത് ഇതാണോ? എന്നതാ ചോദിക്കുന്നത്? എന്നതാ മറ്റേത്? ഇതാ? അതെ, അത് തന്നെ. മറ്റോട് കൂടി തരണോ? ഓ, അവൻക്ക് മറ്റേ ബോളാണ് പ്ലേറ്റില് കൊടുക്കാതെ ഞാനത് ബോളായിട്ട് കൊടുത്തോണ്ടാണ് പുള്ളി എടുത്ത് കളഞ്ഞത്. ഇച്ചിരി വെള്ളം കൊടുക്കാം. നല്ലതാണേ. അതായത് കൂടുതൽ ടേസ്റ്റിയറായിട്ട് എനിക്ക് തോന്നിയത് ലൂസായിട്ട് മറ്റേ നീർദോശ ടൈപ്പിൽ ഉണ്ടാക്കുകയല്ലേ, രാവിലെ ലൂസായിട്ട് ഉണ്ടാക്കിയായിരുന്നല്ലോ, അതിനായിരുന്നു കൂടുതൽ ടേസ്റ്റ്. ഇത് അട പോലെ, പക്ഷെ ഇതിനെക്കാട്ടിലും ഇതിനെ അടുത്ത പ്രാവശ്യം മറ്റേ പോലെ ഉണ്ടാക്കാം. ഇതിന് ഇച്ചിരി എരിവുണ്ട്, കുഞ്ഞിന് കഴിക്കാൻ പറ്റില്ല. യമ്മിയാണോ?
എന്നിട്ട് പാട്ട് നമ്മുടെ സ്വന്തം സോണി ഏഞ്ചല് ആണോ? ഓ മടുത്ത കുഞ്ഞ തിന്നുന്നില്ല കൈ അതാണ് ബേബി ഉറപ്പായിട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും പപ്പ എത്തി അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങക്ക്? ക്ഷീണൊക്കെ വരുന്നുണ്ടോ? സൂപ്പർ 5 ആയിരുന്നു. അപ്പം പക്ഷെ എനർജി വരുന്നില്ല. നമ്മുടെ എനർജിയിൽ ടാറ്റ പറയാനുള്ള ബേബി നല്ല ഉറപ്പായിട്ടോ. നമ്മള് വീഡിയോ തുടങ്ങുന്ന സമയത്തൊക്കെ അത് പറയണം ഇത് പറയണമെന്നൊക്കെ ഓർക്കും. പക്ഷെ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുകയാണല്ലോ. അതായത് ഓരോ കാര്യങ്ങൾ റെഗുലർ 44 ദിവസമായിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അതെ, ചില മൊമെന്റ്സ് ഒക്കെ ക്യാമറ എടുക്കാൻ മറന്നു പോകും. ഓർക്കുന്ന മൊമെന്റ്സിലൊക്കെ നമ്മൾ ക്യാമറ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.